ശ്രീമതി ദീപാനിൽ മുൻപ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉണ്ടായപ്പോൾ കെട്ടിടം തകർന്നു വീണപ്പോൾ സ്റ്റേറ്റിന്റെ വീഴ്ച. ഇപ്പോൾ ഇവിടെ കുട്ടിക്ക് മേൽ പഴിചാരുന്ന ഒരു അവസ്ഥയുണ്ടായി. വലിയ വിവാദ പരാമർശമായിരുന്നു, വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഒന്ന് മന്ത്രി പിന്നീട് മാപ്പും പറഞ്ഞു. പക്ഷേ ഇത് എന്താണ് ഇതിന്റെ ഒരു പ്രധാന ആശങ്ക എന്ന് പറയുമ്പോൾ ഈ കെട്ടിടത്തിന്റെ ഭാഗമായി സുരക്ഷിതമല്ലാത്ത എന്തെങ്കിലും ഭാഗങ്ങളില്ല, ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന്, നിർമ്മിതികളില്ല എന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നാലെ ഈ സ്കൂൾ തുറന്ന് 1.5 മാസം കഴിയുമ്പോൾ വൻ അപകടമുണ്ടാകുന്നു. അപ്പോൾ മറ്റ് സ്കൂളുകളുടെ അവസ്ഥ നേരത്തെ സൂചിപ്പിച്ചു. പലയിടത്തും ഇത്തരത്തിൽ ആശങ്കയുണ്ട്. അപ്പോൾ എവിടെയാണ് കുഴപ്പം? വിവിധ വകുപ്പുകളെ നിയന്ത്രിക്കാനോ അത് നേരായ രീതിയിൽ കൊണ്ടുപോകാനോ കഴിയാത്ത മന്ത്രിമാരാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു രീതിയിലും ഇപ്പോൾ ആരോഗ്യരംഗത്ത് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭിത്തി ഇടിഞ്ഞു വീണു ഒരു സ്ത്രീ മരിച്ച സമയത്ത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നാണ് പറയുന്നത്. 1 മാസം മുമ്പ് നിലമ്പൂർ അവിടെ ആ പന്നിക്ക് വെച്ചിരുന്ന ആ വെടിപൊട്ടി ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചു. ഒറ്റപ്പെട്ട സംഭവമാണ് അത്രേ. ഇതുപോലെ തന്നെ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് പിന്നെ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. അതും ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. അന്ന് വളരെ വലിയ രീതിയിൽ നമ്മുടെ വിദ്യാലയങ്ങളിലെ സുരക്ഷ ഒരുക്കുന്നത് സംബന്ധിച്ച് നമ്മൾ എല്ലാ മാധ്യമങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും അവിടുത്തെ ലോക്സഭാ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് കൊടുക്കുകയും എല്ലാ രീതിയിലുള്ള സുരക്ഷാ ഓഡിറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷമായിരിക്കണം വിദ്യാലയങ്ങൾ കുട്ടികൾക്ക് തുറന്നു കൊടുക്കാനുള്ളത് എന്നുമൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ വളരെ ലാഘവത്തോടെ എടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു വകുപ്പും കൈകാര്യം ചെയ്യാൻ അറിയുന്ന മന്ത്രിമാരല്ല ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ആ സ്വന്തം ജില്ലയിലെ ഒരു കുട്ടിയാണ് മരിച്ചത്. കൊല്ലം ജില്ലയിലെ ഒരു കുട്ടി മരിച്ചപ്പോൾ മന്ത്രി ഇപ്പോൾ വളരെ ലാഘവത്തോടെ പറഞ്ഞ കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞു. ആ കുട്ടിയുടെ ചെരുപ്പ്, ഫുട്ബോൾ കളിക്കുന്നതിന് വരെ ഒരു ചെരുപ്പ് വെച്ച് കളിച്ചു. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ആ ചെരുപ്പ് ഒരു ഓടിന്റെ മേളിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് അത് എടുക്കാനായിട്ട് അതിന്റെ മണ്ടയ്ക്ക് കയറി. ഇതൊക്കെയാണ് ഈ സംഭവത്തിലുള്ള തെറ്റുകൾ. ഇതിന്റെ വൈദ്യുതി ലൈൻ, ആ ഫോട്ടോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഓടിനോട് ചേർന്നിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഫിറ്റ്നസ് എങ്ങനെയാണ് കൊടുക്കണം ഇതിന്? ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എന്ത് പരിശോധനയാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത്? ഏത് രീതിയിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്? അധ്യാപകരുണ്ടോ? നമ്മളിപ്പോൾ ഒരു പ്രശ്നവുമില്ലാത്ത ബിൽഡിങ്ങുകൾ വളരെ ഭംഗിയായിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടാനായിട്ട് വലിയ ഉത്സാഹമാണ്. കോൺട്രാക്ടർമാരെ വെച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ കാര്യങ്ങൾക്ക് പുറകെ പോകാനും ഒക്കെ അതിൽ കമ്മീഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് കൊണ്ട്. പക്ഷെ നിങ്ങൾ ഓരോ വിദ്യാലയങ്ങളും ഈ സ്കൂൾ തുറന്ന സമയത്ത് നിങ്ങൾ പോയി നോക്കണം. കാട് പിടിച്ച് മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത വഴികൾ അല്ലെങ്കിൽ റോഡ് സൈഡുകൾ ക്ലീൻ ചെയ്യാതെ സ്കൂളിനടുത്തുള്ള മറ്റ് സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് ഈ സ്കൂളുകളെല്ലാം തുറന്നു കൊടുത്തേക്കുന്നത്. ഇതൊക്കെ വലിയ വിപത്തുകൾ ഉണ്ടാക്കും. ഇനി അങ്ങോട്ട് വലിയ മഴ വരികയാണ്. വൈദ്യുത ലൈനുകൾ ഇതുപോലെ അപകടാവസ്ഥയിലുള്ളത് ഒരുപാടുണ്ട്. പോസ്റ്റുകൾ ചരിഞ്ഞു നിൽക്കുന്നത് ഒരുപാടുണ്ട് സ്കൂളുകളുടെ അടുത്തൊക്കെ. ഇതൊന്നും തന്നെ മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല, ഇതൊന്നും തന്നെ ചെയ്യുന്നില്ല. ജനങ്ങളുടെ മേൽ കുതിര കയറാൻ എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. സ്വന്തം ജില്ലയിൽ ഒരു കുട്ടി മരിച്ചിട്ട് സുംബ ഡാൻസ് കളിച്ച് ആഘോഷിച്ച ഒരു മന്ത്രി കേരളത്തിലല്ലാതെ ലോകത്തെവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ആ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്? ഇതൊരു സ്ത്രീയല്ലേ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഒരു ചെറിയ ഒരു കുട്ടി മരിക്കുന്നു. ആ കുട്ടിയുടെ ദുഃഖം നമ്മൾ അമ്മമാരെ പോലെ നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ സൂംബ ഡാൻസ് കളിക്കുകയാണ്. എങ്ങനെ കഴിയുന്നു ഇതിനൊക്കെ? ഇതൊക്കെ വളരെ ലാഘവത്തോടെ എടുത്തുകൊണ്ട് ഈ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും കഴുതകളാണ്, അല്ലെങ്കിൽ ഇവരെ നമ്മൾ ഒന്നും മാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ ഒരു പരിച്ഛേദമാണ് ഈ കാര്യത്തിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഭിത്തി തകർന്നു വീണ ആ സ്ത്രീ മരിച്ചപ്പോൾ ആരായിരുന്നു അവിടെ വന്ന് ന്യായീകരണം നടത്തിക്കൊണ്ടിരുന്നത്? ഞങ്ങൾ അതെല്ലാം ചെയ്തിരുന്നു, ഇവിടെ ആരുമില്ല, ഇത് ആളുകൾ താമസിക്കാത്ത അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കാത്ത കെട്ടിടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പും പറഞ്ഞുകൊണ്ടിരുന്നത് ആ മന്ത്രി വാസവനും മന്ത്രി വീണ ജോർജ് കൂടെയല്ലേ ആ രക്ഷാപ്രവർത്തനത്തിനെ അവിടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സ്ത്രീയുടെ ജീവൻ ഇതാക്കിയത്. എന്നിട്ട് ചെന്നിട്ട് നാടകം കളിക്കുകയാണ്, മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. അവരോട് ചേർന്ന് നിന്നിട്ട് നിങ്ങൾക്ക് ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ഇത്രയും നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. ആർക്ക് വേണം ഈ നഷ്ടപരിഹാരം? ഒരു താലോലിച്ച് വളർത്തിയ ഒരു കുട്ടിയെ കൊന്നതിന് ശേഷമാണോ വന്നിട്ട് നഷ്ടപരിഹാരം തരുന്നത്? അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്ത് അതിനെ മൂടി വെക്കാമെന്നാണോ? ഇവർക്കൊക്കെ ഇവരുടെ കാര്യങ്ങളല്ലാതെ, സ്വന്തം കാര്യങ്ങളല്ലാതെ, സ്വന്തം കുടുംബത്തിന്റെ കാര്യമല്ലാതെ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത, ഒരു വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത, ഉത്തരവാദിത്വ ബോധമില്ലാത്ത മന്ത്രിമാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്നുള്ള ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻസിഡന്റിൽ ഇത് KSEBക്കെതിരെ കുറ്റമുണ്ട്. കോളേജ് അവിടുത്തെ രക്ഷാധികാരി എന്ന് പറയുന്നത് കുന്നത്തുനാട് MLA കോവൂർ കുഞ്ഞുമോന്റെ രക്ഷാധികാരിയായിട്ടുള്ള ഒരു സ്കൂളാണിത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ മാനേജ്മെന്റിനും അവിടുത്തെ ഹെഡ് മിസ്ട്രസിനും പ്രിൻസിപ്പലിനും ഒക്കെ എതിരെ കേസെടുക്കേണ്ടതാണ്. കുറെ പേര് രക്ഷപ്പെടുത്തി ഒരാളിന്റെ മാത്രം കുറ്റം ചാർത്തേണ്ട ആവശ്യമില്ല. KSEBക്കും ഇതിൽ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്.